നമസ്കാരം. പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 രണ്ടാം പകുതിയിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ. മെയ് മാസം പകുതിയായി കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ഏതാനും മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്. 2026 ഞാൻ നേടിയെടുക്കും എന്ന് നമ്മളെല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എഴുതിയതും മനസ്സിൽ തീരുമാനിച്ചതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. 2027 ആരംഭിക്കുന്നതിന് മുൻപ് ഏറെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ, അത് കരിയറിലായാലും പ്രണയത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും? 2027 സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുമോ? എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടാരോ ഡെക്കുകളിൽ നിന്നായിട്ടാണ് ഇത്തവണ കാർഡ്സ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിലവിലെ അവസ്ഥ, യുവർ കറന്റ് എനർജി. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അതായത് എന്ത് കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത ഹിഡൻ ഒബ്സ്റ്റക്കിൾസ്, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൽ നിന്നും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന അദൃശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സാമ്പത്തിക നില, അതായത് ഫിനാൻസും കരിയറുമായി ബന്ധപ്പെട്ട് 2027 മുൻപുള്ള തൊഴിൽപരമായ പുരോഗതി എങ്ങനെയായിരിക്കും? നിങ്ങളുടെ റിലേഷൻഷിപ്പ് 2027 ആരംഭിക്കുന്നതിന് മുൻപ്, അതായത് 2026 അവസാനത്തോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഏത് രീതിയിലായിരിക്കും? പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ സാഹചര്യം, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫൈനൽ ഔട്ട്കം, അതായത് 2026 ഡിസംബർ 31 നിങ്ങൾ കൈവരിക്കുന്ന വിജയം എന്തായിരിക്കും? ഓക്കെ, ഇനി നമുക്ക് ക്ലാസിക് ടാരോ ഡെക്കിൽ നിന്നും ഇതേ ചോദ്യങ്ങൾക്കായിട്ട് കാർഡുകൾ എടുക്കാം. നിങ്ങളുടെ നിലവിലെ അവസ്ഥ, അതായത് നിങ്ങളുടെ കറണ്ട് എനർജിയെ സംബന്ധിച്ച് എന്ത് കൺഫർമേഷനാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്? 2 കാർഡ് വന്നിട്ടുണ്ട്. 2026 തീരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ 2027 ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ശരിക്കും എന്താണ് മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്? അത് സംബന്ധിച്ച ക്ലാരിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ആ മാനിഫെസ്റ്റേഷൻ തടയുന്ന ഹിഡൻ ഒബ്സ്റ്റക്കിൾ, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഹിഡൻ ഒബ്സ്റ്റക്കിൾ എന്താണ്? 2027 ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക സ്രോതസ്സിലും ഉണ്ടാകാൻ പോകുന്ന പുരോഗതി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് 2026 ഡിസംബർ 31 മുൻപായി 31 നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? 2027 ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലായിരിക്കും? യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഒരു 3 കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്, അത് എടുക്കുകയാണ്. 2026 ഡിസംബർ 30 നിങ്ങൾ കൈവരിക്കാൻ പോകുന്ന വിജയം എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. Ace of Wands, 6 of Pentacles and Queen of Swords. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, കാരണം കൂടുതൽ കാർഡുകൾ നമുക്കുണ്ട്. ഓരോ
സാഹചര്യത്തെ പറ്റിയും അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് നിങ്ങളുടെ നിലവിലെ എനർജി എന്താണെന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലവിലെ എനർജി അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത കാർഡ് ഏസ് ഓഫ് വാൺസ് ആണ്. ഈ കാർഡ് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണാമോ? ക്ലിയർ അടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ശരിക്കും കാണുന്നുണ്ടാവില്ലായിരിക്കും. അതായത് ഒരു മെഴുകുതിരി നാളം കയ്യിൽ കത്തിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കൈകൾ, അല്ലെ? സ്ത്രീയോ പുരുഷനോ എന്തുമായിക്കോട്ടെ, നമ്മളിവിടെ പറയുന്നത്, ഈ കാർഡിൽ പറയുന്നത്, ഡോണ്ട് യു സീ ഹൗ യുവർ പാഷൻ മേക്സ് യു ഗ്ലോ. നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് നിങ്ങളുടെ പാഷൻ, അതായത് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം, ആ തീവ്രമായ ആഗ്രഹത്തെ അല്ലേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ് നിങ്ങളെ ഗ്ലോ ചെയ്യിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന്. അതായത് ആ തീവ്രമായ ആഗ്രഹം നിങ്ങളെ ഇപ്പോൾ ഗ്ലോ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ തീപ്പൊരി വീണിട്ടുണ്ട്. അതൊരു പക്ഷേ പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ആശയമാകാം, അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു ഹോബി വീണ്ടും തുടങ്ങാനുള്ള ആവേശമാകാം. എന്തോ ഒരു കാര്യത്തിന്, അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ വർഷം ആരംഭത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. അതില് പല അവസ്ഥയിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയി. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് വെറുതെ ഇരുന്നാൽ മാത്രം പോരല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുള്ളൂ. അത് എന്ത് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നമ്മൾ ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ആഗ്രഹം സാധ്യമാകൂ എന്നുള്ളതാണ് അത് പറയുന്നത്. മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു വൈബിലേക്ക് നിങ്ങൾ നിലവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മെഴുകുതിരി നാളം നിങ്ങളുടെ മനസ്സിൽ ജ്വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മെഴുകുതിരി നാളം പോലെ, ഒരു ജ്വാല പോലെ, ഒരു അഗ്നി, ആഗ്രഹത്തിന്റെ ഒരു അഗ്നി നിങ്ങളുടെ ഉള്ളിലിരുന്ന് ജ്വലിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കൈകളിൽ തന്നെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പ്രസന്റ് ടെൻസിൽ പറയണം, നിലവിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ അത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ആക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കിത് ചെയ്യണമെന്ന ആ ഒരു ഉറച്ച തീരുമാനം എന്തായാലും നിങ്ങൾ എടുത്തു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് 6 ഓഫ് പെന്റക്കിൾസിനെ പറ്റി നോക്കാം. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജ് അല്ല. എന്തായാലും നിങ്ങൾ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ കയ്യിൽ എത്ര പണമുണ്ട്, എനിക്ക് ആരോടൊക്കെ സഹായം ചോദിക്കാം, ഈ കാര്യങ്ങൾ തുടങ്ങാൻ ഞാൻ എത്ര സമയം മാറ്റിവെക്കണം, പ്രാക്ടിക്കാലിറ്റിയിലേക്ക്, അതായത് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹവും റിയാലിറ്റിയും തമ്മിൽ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരിൽ നിന്ന് സ്വീകരിക്കാനുമുള്ള ഒരു സന്നദ്ധത ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ നിൽക്കാൻ ആളുണ്ടാകും എന്നൊരു ഉറപ്പും ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് സോട്സിന്റെ എനർജിയോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ആവേശം, ഇവിടെ ഏസ് ഓഫ് വാൺസിൽ കണ്ട ആവേശമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ണടച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നില്ല. പകരം നിങ്ങൾ ഒരു ക്യൂനിനെ പോലെ വളരെ വ്യക്തമായ ബുദ്ധിയോടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട്, എടുത്തുചാടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഒരു ക്യൂനിനെ പോലെ വളരെ വ്യക്തമായ ബുദ്ധിയോടെ കാര്യങ്ങളെ കാണുന്ന ഒരു സമീപനത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാൻ നിങ്ങൾ ഇപ്പോൾ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ, അതായത് ശരിയാണ് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വൈകാരികമായിട്ട് വീണു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊരു കണിശത നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന എന്ത് സാഹചര്യമാണോ ഇതുവരെ ഉണ്ടായിരുന്നത്, ആ സാഹചര്യം നിങ്ങളുടെ ആഗ്രഹത്തിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതിൽ നിന്ന്, യാഥാർത്ഥ്യമാക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ടടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കെട്ടുപാടുകളിൽ നിന്ന് ഒരു വാള് കയ്യിലേന്തിയിരിക്കുന്ന രാജ്ഞിയെ പോലെ അതിനെ കീറി മുറിച്ചുകൊണ്ട് വെട്ടിമാറ്റിക്കൊണ്ട്, വഴിതടസ്സം എന്തായിരുന്നോ, എന്ത് വ്യക്തിയാണോ സാഹചര്യമാണോ എന്ന് നമുക്കറിയില്ല, ഇതൊരു ജനറൽ കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. എന്നാലും എന്ത് തന്നെയായിരുന്നു നിങ്ങളുടെ മുന്നിലുള്ള ആ പ്രതിസന്ധിയെങ്കിലും അതിനെ മാറ്റിക്കൊണ്ട്, എങ്ങനെ പ്രാക്ടിക്കലായിട്ട്, എടുത്തുചാടിയല്ല, ഒരു ആവേശം കാണിച്ചുകൊണ്ട്, ഒരു തർക്കം ഉണ്ടാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിലേക്ക് ഒരു ഫുൾ എനർജിയോടുകൂടി എടുത്തുചാടിക്കൊണ്ടല്ല, എന്നാൽ വൈകാരികമായിട്ട് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അതിൽ വീണു പോകാതെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇത് എങ്ങനെ നേടിയെടുക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് ചിന്തിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അനാവശ്യമായ ചിന്തകളെ വെട്ടിമാറ്റി ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കാനുള്ള ഒരു പക്വത എന്തായാലും
നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ കരുത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഡ്രീമർ ആണ്. വെറുതെ ഒരു സ്വപ്നം കാണുന്ന വ്യക്തിയല്ല. പ്രാക്ടിക്കലി അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് എന്തായാലും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹത്തിന്റെ ഒരു ജ്വാലയുണ്ടല്ലോ, നിങ്ങളുടെ കൈകളിൽ ഇരുന്ന് ഇപ്പോൾ ജ്വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ 2027 ആരംഭത്തിൽ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ ആ കാര്യത്തിൽ വലിയൊരു ആരംഭം കുറിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് 2027 ജനുവരി 1 മുൻപ് നിങ്ങൾ ശരിക്കും എന്താണ് മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിലവിൽ എന്തിനു വേണ്ടിയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഹയറഫന്റ്. ട്രഡീഷൻ ഈസ് ഇമ്പോർട്ടന്റ് ബട്ട് ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി എവറിത്തിങ്. 6 ഓഫ് സോർഡ്സ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? നിങ്ങളുടെ ആ ആഗ്രഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട്? അതൊരു ട്രഡീഷനോളം ആഴമുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. ഈ കാർഡ് നിങ്ങളുടെ ആഗ്രഹത്തെ വെറും ഒരു ഭൗതിക നേട്ടം മാത്രമല്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തണം എന്ന താല്പര്യമാണുള്ളത്. ഇപ്പോൾ ജീവിച്ചു വരുന്ന ഒരു ജീവിത രീതിയിൽ വെറുതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതല്ല, ട്രഡീഷനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് എല്ലാം ആകുന്നില്ല. നമ്മൾ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളോട് പരമ്പരാഗതമായി പറഞ്ഞു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നിയമങ്ങൾ അനുസരിച്ച്, നമ്മുടെ സൊസൈറ്റിയിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അതായത് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾക്കപ്പുറം സ്വന്തമായൊരു വ്യക്തിത്വം, യുണീക്ക് ബ്രാൻഡ് ഓഫ് മാജിക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയപ്പെടാതെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ആധികാരികമായിട്ടുള്ള, ഒത്തന്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു നല്ല മെന്റർ, ഒരു ഗുരുവോ വഴികാട്ടിയോ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നും, അല്ലെങ്കിൽ ശരിയായൊരു പാതയിലൂടെ മുന്നേറണമെന്നും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് കാർഡ്സ്, ഇവിടെ 6 ഓഫ് സോർഡ്സ് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ നിന്ന്, ചിലപ്പോൾ ഈ പാരമ്പര്യവാദം, വീട്ടിൽ ഇൻലോസിന്റെ അമ്മയമ്മ പോലെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു മുറുക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന മുതിർന്ന ആളുകളുടെ, അല്ലെങ്കിൽ ചില സിസ്റ്റത്തിന്റെ, റൂൾസിന്റെ, അതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷെ അത് നമ്മളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെയായാലും എന്തോ ഒരു മാനസിക വിഷമം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. നിലവിൽ മാനസികമായ വിഷമങ്ങളിൽ നിന്ന് ശാന്തമായ ഒരു തീരത്തേക്ക് തുഴഞ്ഞു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് അല്ലെങ്കിൽ നാളിതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സമാധാനമുള്ള ഒരു ഭാവിയിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ലക്ഷ്യം. അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നിങ്ങളിപ്പോ ചിന്തിക്കുന്നതെങ്കിലും, എന്ത് കിട്ടണമെന്നാണ്, ഇപ്പൊ ജോലി ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടമാവട്ടെ, അല്ലെങ്കിൽ കുടുംബ സൗഖ്യമാവട്ടെ, എന്താണെങ്കിലും അതിന്റെ ഒരു ഡീപ്പർ ലെവലിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, ട്രഡീഷൻ വരിഞ്ഞു മുറുക്കാതെ, ട്രഡീഷൻ എല്ലാം വേണം, നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ അത് നിങ്ങളെ ഡിഫൈൻ ചെയ്യാനായിട്ട് അനുവദിക്കാതെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ സ്വന്തം കാലിൽ സമാധാനത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഉള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോകത്തിന് മുന്നിൽ സ്വന്തമായൊരു നിലപാടും വ്യക്തിത്വവും തെളിയിക്കാൻ വേണ്ടിയിട്ട്
തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാനസികമായ സംഘർഷങ്ങളിൽ നിന്നും മോചിതരായി സമാധാനപരമായ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനവും അംഗീകാരവുമാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ എന്ത് തന്നെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാലും, നിങ്ങൾക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാലും, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ റിസൾട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാക്കുന്നതിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഹിഡൻ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? 9 ഓഫ് വാണ്ട്സ്. ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എപ്പോഴും. ഇവിടെയും നമ്മൾ ഏസ് ഓഫ് വാൺസിൽ കണ്ടതുപോലെ തിരുനാളം തെളിയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇത് കുറെ കൂടി ശോഭിച്ച് കത്തുമ്പോഴും അത് പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഒരു പ്രതിരോധാവസ്ഥയിലാണ്. അതായത് ഇതിലിരിക്കുന്ന ഈ പെൺകുട്ടി അൾത്താരയ്ക്ക് മുന്നിൽ സ്വയം തളർന്ന് ഇരിക്കുന്നതായിട്ടാണ്. മുറിവേക്കപ്പെട്ടിട്ടുണ്ട്, കണ്ടോ? കയ്യിൽ നിറയെ ബാൻഡേജുകൾ കാണാം, കയ്യിൽ നിറയെ ബാൻഡേഡുകൾ ഒട്ടിച്ചു വെച്ചിട്ട് ഇരിക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ഒരുപാട് പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞു. ആ പോരാട്ടങ്ങൾ നിങ്ങളെ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുരോഗതിയിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി, ആ ആഗ്രഹങ്ങൾ സാഫല്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തുന്ന ഫാക്ടേഴ്സ്. നിങ്ങളുടെ വഴിയിലുള്ള ഏറ്റവും വലിയ തടസ്സം, നിങ്ങൾ ആകെ തളർന്നിരിക്കുകയാണ്, പോരാടി തളർന്നിരിക്കുകയാണെന്നുള്ളതാണ്. തോറ്റിട്ടില്ല, നിങ്ങൾ തോൽക്കാൻ തയ്യാറല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എത്ര ശ്രമിച്ചാലും ഇതാണല്ലോ അവസ്ഥ, ഇനി എനിക്ക് വയ്യ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാകാം. ചില ചെറിയ പരാജയങ്ങളോ തിരിച്ചടികളോ എന്തായാലും നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ട്. ചെറുത് തന്നെ ആവണമെന്നില്ല. ആ പരാജയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വലിയ മുറിവുകൾ വീഴ്ത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു ശ്രമം നടത്തുമ്പോൾ, ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെ പ്രവർത്തിക്കുമ്പോൾ, വീണ്ടും പഴയതുപോലെ പഴയ കാര്യങ്ങൾ, പഴയ പരാജയം ആവർത്തിക്കപ്പെടുമോ എന്ന ഭയം നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നു. പക്ഷെ ഈ കാർഡിന്റെ ഏറ്റവും പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, ക്ലിയർ അടിക്കുന്നത് കൊണ്ട് ഞാൻ വായിക്കാം. ഇറ്റ് വുഡ് ടേക്ക് എ ഹെൽ ഓഫ് എ ലോട്ട് മോർ ടു ഡിഫീറ്റ് യു. നിങ്ങളെ തോൽപ്പിക്കാൻ ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇത് ഉറപ്പിച്ചു പറയുന്നത്. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം നിങ്ങൾ തോറ്റുപോയി എന്ന ചിന്തയാണ്. പക്ഷെ സത്യത്തിൽ നിങ്ങൾ വിജയിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊന്നും പോരാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാനസികമായിട്ടുള്ള ഒരു ക്ഷീണം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്തു തന്നെ ഉപദ്രവങ്ങളാണോ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് നിലവിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്, അതൊന്നും പോരാ നിങ്ങളെന്ന് പറയുന്ന ഒരു വിജയിയെ തോൽപ്പിക്കാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് നോക്കൂ. എന്തിനാണ് പ്രതിരോധം? എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയത്? ഈ കാർഡ് അത് പറയാണ്. എന്താണ് ആ തടസ്സം? എന്താണ് നിങ്ങൾക്ക് ഏൽക്കപ്പെട്ട മുറിവ്? ചെറിയ മുറിവാണോ? ബാക്ക് സ്റ്റാബിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. ഇതൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഇതിലും മോശമായ ഒരു സാഹചര്യം ഇനി ഉണ്ടാവാനില്ല. എന്നിട്ട് നിങ്ങൾ തോറ്റിട്ടില്ല. പ്രതിരോധം തീർത്ത്, കുറച്ച് മുറിവുകളുണ്ടായി, അത് ശരിയാണ്. പക്ഷെ പ്രതിരോധം തീർത്ത് ഇപ്പോഴും ആ അഗ്നി കെടാതെ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഇതൊന്നും പോരാ നിങ്ങളെ തകർക്കാനെന്ന് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന മോശം സാഹചര്യത്തിന്റെ, പഴയ സാഹചര്യത്തിന്റെ ഏറ്റവും പരമാവധി പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോശം അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായി. ഇനി അതിൽ കൂടുതലൊന്നും വരാനില്ല. ഇനി ഇതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ല. ഈ തടസ്സം യഥാർത്ഥത്തിൽ ഒരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതാണ്. ആ മോശം അധ്യായം അല്ലെങ്കിൽ സാഹചര്യം അതിന്റെ പരമാവധിയിൽ എത്തി നിൽക്കുകയാണ്, അത് കഴിയുകയാണ്, ഓവറാവുകയാണ്, അവസാനിക്കുകയാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി വേറൊരു അവസ്ഥയില്ല. പക്ഷെ നിങ്ങൾ തോറ്റിട്ടില്ല. 9 ഓഫ് വാണ്ട്സിൽ നമ്മൾ കണ്ട ആ തളർച്ചയുടെ അല്ലെങ്കിൽ ആ മുറിവിന്റെ കാരണം, അല്ലെങ്കിൽ ആ തളർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബാക്ക് സ്റ്റാബിങ്ങും ഈ വഞ്ചനയും ഈ ആക്രമണവും കാരണം നിങ്ങൾ തളർന്നിട്ടുണ്ട്.
പക്ഷെ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. തോറ്റുപോയെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ, അതായത് പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരോ പിന്നിൽ നിന്ന് കുത്തിയതുപോലെയുള്ള വേദനയോ വലിയൊരു വഞ്ചനയോ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ആ മുറിവുകൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധം തളച്ചിടുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തോറ്റുപോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം, നിങ്ങളെ തോൽപ്പിക്കാൻ ഇതൊന്നും ചെയ്താൽ പോരാ, അതിലൊന്നും തോറ്റുപോകുന്ന ആളല്ല നിങ്ങൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ ഈ എനർജി വന്നിരിക്കുന്നത്. ഇതൊരു പുലരിക്ക് തൊട്ടു മുൻപുള്ള ഒരു ഇരുട്ട് മാത്രമാണ്. ടെൻ ഓഫ് സോർട്സ് കാർഡിൽ നമ്മൾ കാണുന്ന ഇവിടെ ആകാശത്ത് സൂര്യൻ ഉദിക്കാൻ പോലെ പോകുന്ന പോലെയുള്ള ഒരു വെളിച്ചം ഇല്ലേ, ഇരുട്ട് മാറാൻ വേണ്ടി പോകുന്ന അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ പ്രകാശനാളങ്ങൾ മിന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സൺ വരാൻ പോകുന്നു, സൂര്യൻ ഉദിക്കാൻ പോകുന്നു, വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തടസ്സങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട 6 ഓഫ് സോർട്സ് എനർജി, ഈ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഈ പ്രതിരോധാവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ 2027 മുൻപ് പൂർണ്ണമായും അവസാനിക്കും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അതാണ് ഇവിടെ നമുക്ക് ഈ കാർഡുകൾ വന്നിരിക്കുന്നതിന് തന്നെ, ഈ എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നതിന് തന്നെ കാരണം. നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം അതിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ്. പഴയ കാലത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ, അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. ഇനി എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ നിമിഷമാണ് സത്യത്തിൽ നിങ്ങളുടെ വലിയ മാറ്റത്തിന്റെ തുടക്കം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിന് നിങ്ങൾ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് സോർട്സിനെ പോലെ, അതേപോലെ എവിടെ നിന്ന് സഹായം സ്വീകരിക്കാൻ കഴിയും, നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ അഗ്നി ഒന്നുകൂടി ആഴത്തിൽ ജ്വലിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എനർജി എന്നുള്ളതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2027 മുൻപുള്ള നിങ്ങളുടെ സാമ്പത്തിക നിലയും കരിയറും എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. 4 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 2 ഓഫ് പെന്റക്കിൾസ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ട്രീറ്റ് യുവർ സെൽഫ് ടു സംതിങ് ഷൈനി എവറി നൗ ആൻഡ് അഗെയിൻ. കയ്യിൽ ഉള്ള സമ്പാദ്യം മുറുകെ പിടിച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്തു പോകുന്ന, സാമ്പത്തികമായ കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ട്രീറ്റ് യുവർ സെൽഫ് ടു സംതിങ് ഷൈനി എവറി നൗ ആൻഡ് അഗെയിൻ. ആ രീതിയിലേക്ക്, അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം നിങ്ങളുടെ കയ്യിൽ 2026 അവസാനം, അതായത് 2027 പോകുന്നതിന് മുൻപ് നിങ്ങളുടെ വാലറ്റ് ഒക്കെ നിറഞ്ഞിരിക്കും. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും, നിങ്ങളത് സമ്പാദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ചൊരു സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ എന്തായാലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. വലിയ ആഘോഷങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ പണം അനാവശ്യമായി ചിലവ് ചെയ്ത് കളയാതെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി, സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു തൊഴിലും മറ്റൊരു പ്രൊജക്റ്റും ഒരേ സമയം കൈകാര്യം ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ആ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് താഴെ വീഴുന്ന പോലെയല്ല, അനായാസം കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ആത്മവിശ്വാസത്തോടു കൂടി പണപ്പെട്ടിയുമായിട്ടിരിക്കുന്ന, കയ്യിൽ പൈസ പിടിച്ച് ഒരു വലിയ കെട്ടാണ് കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഒരു സമ്പാദ്യം കയ്യിലുണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഈ 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ളത് വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനർത്ഥം ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2027 ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ തൊഴിൽപരമായ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന, തൊഴിൽപരമായ കാര്യങ്ങളും നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്ന പ്രൊജക്റ്റോ അല്ലെങ്കിൽ മറ്റൊരു എന്ത് കാര്യമാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതും കൂടി ബാലൻസിലേക്ക് വന്നിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ടൊരു അടിത്തറ നിങ്ങളുടെ ജീവിതത്തിൽ പണിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനകം സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് 2027 ആരംഭിക്കുന്നതിന് മുൻപ് ഏത് ദിശയിലേക്കാണ് പോകുന്നത്? 2 ഓഫ് വാൺസ് ആൻഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ 2 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡാണ്. 2026 അവസാനിക്കുന്ന നിമിഷം, അതായത് 2027 നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഈ 2 കാർഡുകളും ചേർന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്.
2026 അവസാന മാസങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വൈകാരിക ജീവിതത്തിൽ, റിലേഷൻഷിപ്സിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആശയക്കുഴപ്പങ്ങൾ മാറി വ്യക്തത വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം. 2026 അവസാനത്തോടെ ബന്ധങ്ങളിലുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ്നെസ്, ഒരു തർക്ക അവസ്ഥ, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. നമ്മളിവിടെ കണ്ട പോലത്തെ എനർജി, പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ അതിൽ വിഷമിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. ആ സാഹചര്യമായിരിക്കാം. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നതെങ്കിൽ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന തിരിച്ചറിവ് ആ സമയത്ത് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആളുകൾക്ക്. നിങ്ങൾ ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്, പ്രണയബന്ധമായാലും കുടുംബ ജീവിതമായാലും ദാമ്പത്യ ജീവിതമായാലും, നമ്മൾ ആരുമായിട്ടുള്ള ബന്ധങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതിലെല്ലാം തന്നെ നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും, കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ശോഭനമായ ഭാവി പടുത്തുയർത്താൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിലവിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനും സഹായിക്കും ഈ എനർജി. നമ്മളിവിടെ കണ്ടല്ലോ, ഇവിടെ പ്രതിരോധിച്ചിരിക്കുന്ന നിങ്ങളെയും നിലവിലെ നിങ്ങളുടെ അവസ്ഥയായിട്ട് നിങ്ങൾ ഈ തിരുനാളമേന്തി നിങ്ങൾ പതിയെ ഗ്ലോ ചെയ്ത് തുടങ്ങുന്നതായിട്ടും കണ്ടു. ഇത് നന്നായിട്ട് കത്തുകയാണ്, അതിന്റെ ഫ്ലെയിം. അതായത് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സമയമാണ്. നന്നായിട്ട് ശോഭിക്കുന്നു, അതിന്റെ ഒരു ഷൈനിങ് നിങ്ങളിലേക്ക് വരുന്നു. ആ സമയത്തിലേക്കാണ് ഈ വർഷാവസാനം എത്തുക. ഇത് ബന്ധങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രായോഗികമായ മുന്നേറ്റമാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത്. വെറും വാക്കുകൾക്കപ്പുറം പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇരുകൂട്ടരും മാറും. ആവശ്യത്തെക്കാൾ കൂടുതൽ വിശ്വസ്തതയ്ക്കും ഉത്തരവാദിത്വങ്ങൾക്കും നിങ്ങൾ വില നൽകും. 2026 അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധം വളരെ പതുക്കെയാണെങ്കിലും വളരെ ഉറച്ച ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു എടുത്തുചാടിയുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ കുറെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് നമ്മൾ അല്ലെങ്കിൽ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയൊന്നുമല്ല. ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി പതിയെ ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആ സമയത്തേക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും. 2027 വരവേൽക്കുമ്പോൾ നമ്മൾ എവിടെ എത്തണം എന്ന കാര്യത്തിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിൽക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കും പങ്കാളികൾക്കും ഇടയിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ വെറുതെ ഭാവി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കി നിൽക്കുകയല്ല, മറിച്ച് ഇത് പ്രായോഗികമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതിനുള്ള ചുവടുകൾ വെക്കുന്ന സമയമായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ അനിശ്ചിതത്വങ്ങളും അവസാനിക്കുമെന്നുള്ളതാണ്. പക്വതയുള്ള ഒരു പങ്കാളിയുടെ പിന്തുണയോ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പക്വമായ തീരുമാനങ്ങളോ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും. ഇപ്പോൾ നിലനിൽക്കുന്ന അപക്വമായ എനർജി, ഇമ്മച്യൂരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന നിങ്ങളുടെ ഭാഗത്തായാലും അവരുടെ ഭാഗത്തായാലും അതെല്ലാം മാറി നല്ലൊരു കരുത്തിലേക്ക്, ഒരു സോളിഡ് ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ മാറും. 2027 നിങ്ങൾ കടക്കുന്നത് ഇമോഷണലി ഒരു വലിയ ഭദ്രതയോടുകൂടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. 10 ഓഫ് കപ്സ് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ആഗ്രഹം, അതായത് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് 2026 അവസാനത്തോടുകൂടി നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ആ മാനിഫെസ്റ്റേഷനെ പറ്റി, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഔട്ട്കമായിട്ട് ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അതിന് മുൻപായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ കാർഡുകളിലൂടെ. അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലി പിക്ചറാണ്, ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും, നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോഴൊക്കെ ജീവിതം മഴവില്ലുകളും പുഞ്ചിരികളും നിറഞ്ഞതാണ് എന്നതാണ് എഴുതിയിരിക്കുന്നത് ഈ കാർഡിൽ. അതായത് 10 ഓഫ് കപ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ കാർഡിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് വായിക്കുന്നത്. ഓക്കെ, ബട്ട് സംടൈംസ് ഇറ്റ് റിയലി ഈസ് ഓൾ റെയിൻബോസ് ആൻഡ് സ്മൈൽസ്. അങ്ങനെ സന്തോഷം നിറഞ്ഞ മഴവില്ലുകൾ കണ്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്കും നല്ല മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനോടകം സ്വപ്നം കണ്ടതിനേക്കാൾ വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും. അത് നിങ്ങളുടെ കുടുംബത്തിലോ പ്രണയത്തിലോ കരിയറിലോ അല്ലെങ്കിൽ പൊതുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപരമായ ഒരു സാഹചര്യത്തിലോ ആകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. നിങ്ങൾ പൂർണ്ണ സംതൃപ്തി, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രപഞ്ചം നിങ്ങളെ 2026 അവസാനത്തിലേക്ക് എത്തിച്ചിരിക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ് പ്രപഞ്ചം, യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ നിങ്ങളിപ്പോൾ അറിയണം എന്നാഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ കുറച്ച് വാണിങ്ങുകൾ നൽകുന്നുണ്ട്. അതായത് അത് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് ഈ 3 കാർഡുകളിലൂടെ പറയുന്നത്. അതായത്
ഇത് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉള്ള സങ്കടമാണ്. പഴയ സങ്കടങ്ങൾ ഉപേക്ഷിക്കണം. അതിപ്പോൾ തന്നെ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഇവിടെ ഒരു ഏസ് ഓഫ് വാൺസിന്റെ എനർജിയുമായിട്ട്, ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയുമായി, അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയുമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ എനർജി, ഇപ്പോഴത്തെ എനർജിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്ത് കാര്യമാണ്? നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പഴയ ഓർമ്മകൾ, പഴയ നഷ്ടങ്ങൾ, പഴയ സങ്കടങ്ങൾ, അത് ഇപ്പോൾ ഇവിടെ ഉപേക്ഷിക്കണം. പൂർണ്ണമായി ഈ 10 ഓഫ് കപ്സ് പറയുന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ, ഈ 2026 തീരുമ്പോഴേക്കും അനുഭവിക്കണമെങ്കിൽ, ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ സങ്കടം നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ട 3 കപ്പുകളെ നോക്കി സങ്കടപ്പെടാതെ നിങ്ങളുടെ പിന്നിൽ ഇനിയും ബാക്കിയുള്ള അവസരങ്ങളെ കാണാൻ ശ്രമിക്കുക. ഇവിടെ നിവർന്നിരിക്കുന്ന 2 കപ്പുകളുണ്ട്. ഇത് പോണെങ്കിൽ പോട്ടെ. നമ്മൾ ഓരോ പ്രായവും കടന്ന് ആണല്ലോ മുന്നോട്ട് പോകുന്നിരിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന നമുക്ക് അതനുസരിച്ചിട്ടുള്ള കരുത്ത്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ആദ്യ പടികൾ എന്ന രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെ? അത് സത്യവുമാണ്. അപ്പൊ അതുകൊണ്ട് പരാജയം ഉണ്ടായതിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കാതെ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. 2026 അവസാനിക്കുമ്പോൾ ആ പഴയ മുറിവുകളെ അവിടെ ഉപേക്ഷിച്ചാൽ മാത്രമേ, ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചാൽ മാത്രമേ 2026 അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ 7 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ പഴയ ചതികളെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കാം. ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട കാര്യമുണ്ടാവാം, നിങ്ങൾക്ക് നമ്മളിവിടെ കണ്ട ബാക്ക് സ്റ്റാബ് ചെയ്യപ്പെട്ട കാര്യം ഉണ്ടാവാം, ചതിക്കപ്പെട്ട കാര്യമുണ്ടാവാം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾ തന്ത്രപരമായിട്ട് ചിന്തിക്കേണ്ടി വരും എന്ന ഒരു കാര്യവും ഈ കാർഡ് സൂചന നൽകുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്ത്രപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. എല്ലാവരോടും നിങ്ങളുടെ പ്ലാനുകൾ വെളിപ്പെടുത്താതെ, കാരണം പണ്ട് ചതി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങളുടെ പ്ലാനുകൾ വെളിപ്പെടുത്താതെ നിശബ്ദമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നിങ്ങളുടെ സക്സസ് സംസാരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഒന്നും അതിനെപ്പറ്റി പറയണ്ട. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർത്തിയാക്കാൻ ചില തന്ത്രപരമായ കാര്യങ്ങൾ, ബുദ്ധിപരമായ നീക്കങ്ങൾ, ചില വിട്ടുവീഴ്ചകൾ, അതായത് ആരെയും ചതിക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളെ തളച്ചിടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നിലവിൽ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ചില ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട്, പ്രീതിപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ബുദ്ധിപരമായിട്ട്, പ്രായോഗികമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് നിൽക്കുന്നത്. ഏസ് ഓഫ് വാൺസ് നൽകുന്ന ആ വെളിച്ചം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറാണ്. അത് നിങ്ങളിലുണ്ട്. പക്ഷെ അത് പ്രായോഗികമായിട്ട് എങ്ങനെ നടപ്പാക്കാം? ചില കൊടുക്കൽ വാങ്ങലുകളിലൂടെ നടപ്പിലാക്കാം. ചില കാര്യങ്ങളിൽ എടുക്കുന്ന അറുത്തുമുറിച്ച തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കാം. തന്ത്രപരമായ പ്ലാനിങ്ങിലൂടെ നടപ്പിലാക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചുറ്റുപാടുകളിൽ നിന്നുള്ള മോചനത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് നിങ്ങളെ തളച്ചിടുന്ന ചില സാഹചര്യങ്ങൾ, ചില അഡിക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നിഷേധാത്മകമായ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. 2027 മുൻപ് ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയണം. എന്തായാലും പൊട്ടിച്ചെറിഞ്ഞു തന്നെയാണ് 2027 നിങ്ങൾ പോവേണ്ടത്. 2026 അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഈ 10 ഓഫ് കപ്സിൽ കണ്ടതുപോലെ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ അഡിക്റ്റീവ് ബിഹേവിയേഴ്സ്, നിങ്ങളെ നിയന്ത്രിക്കുന്ന ആ വ്യക്തികൾ, അവരിൽ നിന്ന് 7 ഓഫ് സോർട്സിലൂടെ തന്ത്രപരമായി, നിങ്ങൾ ബുദ്ധിപരമായി നീക്കങ്ങളിലൂടെ ആ സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, തർക്കമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ നമുക്ക് ഗുണകരമാവില്ല ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്ത്രപരമായി തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചെയ്താൽ, യൂണിവേഴ്സ് പറയുന്ന ഈ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ എനർജിയിൽ തന്നെ മുന്നോട്ട് പോയാൽ 2027 ആരംഭിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അത്രയും വലിയൊരു ഭാഗ്യത്തോടു കൂടി ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അന്തിമ ഫലം. 2027 ജനുവരി 1-ാം തീയതി നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? 10 ഓഫ് പെന്റക്കിൾസ്, സമൃദ്ധിയിലായിരിക്കും. ദ ചാരിയറ്റ്. ഓക്കേ, എന്തായാലും 2027 ജനുവരി 1-ലേക്ക് നിങ്ങൾ കടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കുന്നത് അങ്ങേയറ്റത്തെ വിജയത്തോടെയും സംതൃപ്തിയോടെയും കൂടിയായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു കാർഡാണിത്. അതായത് പൂർണ്ണമായ സമൃദ്ധിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയ ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കപ്പുറം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾ സ്വന്തമാക്കും എന്നുള്ളത് ആണ് കാണിക്കുന്നത്. ഹാവിങ് ഇറ്റ് ഓൾ ലുക്സ് ഡിഫറെന്റ് ടു എവരി വൺ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നിങ്ങളിവിടെ കണ്ട്, നമ്മളിവിടെ ഒരു ഹിഡൻ ഒബ്സ്റ്റക്കിൾ നോക്കിയിരുന്നല്ലോ,
ഹയറോഫന്റ്. ഹിഡൻ ഒബ്സ്റ്റക്കിൾ അല്ല, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ പറ്റി. ഹയറോഫന്റ് എന്ന് പറയുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അത് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേർന്നിട്ടുണ്ടാവും. 2026 നിങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ 2026 എന്ന വർഷത്തിൽ നാളിതുവരെ നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച സാഹചര്യങ്ങൾ, ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കഠിനാധ്വാനവും മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും എല്ലാം ചേർന്ന് 2027 ജനുവരി 1 ആകുമ്പോഴേക്കും വലിയൊരു സാമ്പത്തിക ഭദ്രതയായും കുടുംബ സമാധാനമായും മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു കംഫേർട്ട് ആൻഡ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന, സുരക്ഷിതമാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണെന്ന ബോധ്യത്തിൽ നിൽക്കുന്ന ദിവസമായിരിക്കും 2027 ജനുവരി 1 ആ ദിവസം നിങ്ങൾക്ക് ആ ഫീലായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. വിജയകരമായ ഒരു കുതിപ്പാണ് ചാരിറ്റ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്ന് ഉറപ്പിക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. തടസ്സങ്ങളെല്ലാം നീക്കി വിജയത്തിലേക്ക് രഥം ഓടിച്ചു കയറ്റിയ ഒരു പോരാളിയെ പോലെയാകും 2027 തുടക്കത്തിൽ നിങ്ങൾ. ലക്ഷ്യബോധത്തോടെയും ആത്മവിശ്വാസത്തോടു കൂടിയും പുതിയ വർഷത്തെ നിങ്ങൾ വരവേൽക്കും. 2027 ജനുവരി 1 കുറിച്ച് നിങ്ങൾക്ക് ഇന്നേ മാനിഫെസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് എഴുതാവുന്നത്, നിങ്ങൾ 2027 ജനുവരി 1 ജയിച്ചു നിൽക്കുന്ന, സാമ്പത്തികമായും ഇമോഷണലിയും ബന്ധങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച ആ മാനിഫെസ്റ്റേഷൻ സക്സസ് ആക്കി നിർത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ആ സമൃദ്ധിയെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാകും എന്നുള്ളത് മനസ്സ് അറിഞ്ഞു വിശ്വസിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നേടിയെടുക്കാൻ, ആ ഒരു എനർജിയിലേക്ക് ഇപ്പോഴേ വരാനായിട്ട് സാധിക്കും. കാരണം ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന എനർജി ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് എങ്കിൽ കൂടിയും വളരെ ബാലൻസ്ഡ് ആയിട്ട്, അലൈൻഡ് ആയിട്ട്, എല്ലാ എനർജിയുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് ഉറച്ച ഒരു മെസ്സേജാണ്. ഇത് കാണുന്ന ആളുകൾക്ക് എന്തായാലും അവരുടെ മാനിഫെസ്റ്റേഷൻ 2026 ഡിസംബർ 31 സംഭവിച്ചിട്ടുണ്ടാകും. പൂർണ്ണ സംതൃപ്തിയിലായിരിക്കും 2027 ജനുവരി 1 നിങ്ങൾ കയറാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ നടപ്പിലാക്കണം. എന്നിട്ട് നിങ്ങളിവിടെ ഇപ്പോൾ എടുക്കുന്ന നിലവിലെ നിങ്ങളുടെ എനർജി എല്ലാം അനുസരിച്ച് മുന്നോട്ട് കൃത്യമായിട്ട് തന്നെ പോകാൻ നിങ്ങൾ ശ്രമിക്കണം. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിലവിൽ. അതിലേക്ക് ഫോക്കസ് ചെയ്ത് തന്നെ അതിലൊരു മാറ്റവും വരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്തിട്ടുണ്ടാവും. കരിയറിലെ ഉയർച്ചയും കുടുംബത്തിലെ സമാധാനവും ഒത്തുചേരുന്ന ഒരു മനോഹരമായ തുടക്കമായിരിക്കും നിങ്ങൾക്ക് 2027 ജനുവരി 1 ലഭിച്ചിട്ടുണ്ടാവുക. ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടി ആയിരിക്കും നിങ്ങൾ ജനുവരി 1 ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അത് 2026 ഡിസംബർ 31 വീണ്ടും വന്ന് അത് നടന്നോ ഇല്ലയോ എന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ആവർത്തിച്ച് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതും അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തട്ടെ, പൂർണ്ണമായ സമൃദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ, മാറ്റിവെക്കാതെ നിങ്ങൾക്ക് എടുക്കാൻ പൂർണ്ണ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.